എന്തോ കരിനൊച്ചി കൊണ്ട് എന്തോ ഇന്ന് സ്പെഷ്യൽ? കിണ്ണത്തപ്പമാ മോളെ, കരിനൊച്ചിയുടെ കിണ്ണത്തപ്പമാ. പ്രസവക്കാർക്കും പിന്നെ നടുവേദനക്കാർക്ക്, ശരീരവേദന, ഇതിനൊക്കെ ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു മരുന്നാ ഈ കരിനൊച്ചി എന്ന് പറയുന്നത്. പിച്ചിട്ട് പിന്നെ ചെലന്തി വലയൊക്കെ നോക്കി കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് കാണിച്ചു തരാം മോളെ. ഉണ്ടാക്കാൻ തുടങ്ങുക. കുറച്ച് അരി ഇടുക, കുറച്ച് ഇലയും ഇടുക. ഇട്ടിട്ട് തിളപ്പിച്ചാറിച്ച വെള്ളമേ ഒഴിക്കാവുള്ളൂ, അല്ലാതെ പച്ചവെള്ളം ഒഴിക്കരുത്. പച്ചവെള്ളം ഒഴിച്ചാൽ ഇത് മരുന്ന് പൂത്തു പോകും. വെള്ളം ഒഴിക്കുക. ഒരുപാട് അങ്ങ് വെള്ളമാകുകയും ചെയ്യരുത്, എന്നാൽ വെള്ളം കുറയുകയും ചെയ്യരുത്. ഒരു പരുവത്തിൽ അരച്ച് എടുക്കുക. നല്ലതുപോലെ അരച്ചെടുക്കണം. വെള്ളം ഒഴിക്കുക. ഇനി അരച്ചോണ്ട് വരട്ടെ. മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ അരയ്ക്കാനുണ്ട്. അരച്ചോണ്ട് വരട്ടെ. അടുത്തത് കരിപ്പോട്ടി ഒഴിക്കുക. ആവശ്യത്തിന് മധുരം ചേർക്കുക. അടുത്തത് ഇനി തേങ്ങാപ്പാൽ. ഏലക്കായും ഒന്നും ഇടത്തില്ല. പിന്നെ ഒരു ലേശം ഉപ്പിടും. ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ലേശം ഉപ്പിടും. ഇനി ഇതിൽ ഒരു സ്പൂണ് നെയ്യ് ഒഴിക്കുക. ഇതാണ് അപ്പം ഉണ്ടാക്കുന്ന പ്ലേറ്റ്. ഈ പ്ലേറ്റിലോട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ച് നല്ലതുപോലെ ഇത് തൂത്തതിന് ശേഷം മരുന്നൊഴിക്കുക. മരുന്നൊഴിക്കുക. ഇതിനി ആവി വേവിച്ചെടുക്കാൻ പോവുക. അപ്പം നമുക്കിത് അടയ്ക്കാം. ശരി. അപ്പോൾ വേകട്ടെ. ഇത് വെന്തിട്ടുണ്ട്. മരുന്ന് കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി അത് പീസാക്കി എടുക്കാം. ഇത് കഴിച്ചുകൊണ്ട് ഒരു ദോഷങ്ങളും ആർക്കും തന്നെ ഉണ്ടാകത്തില്ല. ഉണ്ടോ? അലുവ കഷ്ണം പോലെ തന്നെ ഇത് ചെയ്തെടുക്കാം. മോളെ വന്ന് ഈ മരുന്നൊന്ന് കഴിച്ചതിൻ്റെ ടേസ്റ്റ് നോക്കിക്കാം മോളെ. എല്ലാ മരുന്നും അമ്മ തന്നതാ. കഴിച്ചു നോക്കി ഇതിന്റെ എങ്ങനെയുണ്ട്, ഇതിന്റെ ഗുണം എങ്ങനെ ഉണ്ടെന്നുള്ളത്. നല്ല ടേസ്റ്റാ. പിന്നെ ഈ മരുന്നിന്റെ ഒരു ചെറിയ കയ്പ്. ചെറിയ അത് ഈ മരുന്നിനുള്ളതാ. കരിനൊച്ചിക്ക് ഒരു ശകലം ഒരു ചെറിയൊരു കൂര ഉള്ളതാ. അത് കഴിച്ചെന്ന് വിചാരിച്ച് നമുക്ക് യാതൊരു ദോഷങ്ങളും ഉണ്ടാകത്തില്ല. പിന്നെ ഇത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ്. പണ്ട് കാലം മുതലേ ഇത് ഫോളോ ചെയ്ത് വരുന്ന എല്ലാവരും. പലരും ഇത് കഴിക്കത്തില്ലായിരിക്കും, പലരും കഴിക്കുന്നവരുണ്ടായിരിക്കും. പല ഫുഡുകളും അങ്ങനെയാണല്ലോ. ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണം. പിന്നെ മറക്കാതെ ഫോളോ ചെയ്യണം. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.